السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ പ്രശസ്തമായ അദ്ദുറൂസുൽ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ എന്ന കിതാബിൽ നാം കഴിഞ്ഞ ദിവസത്തിൽ സംസാരിച്ചത് അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ സംഭവങ്ങൾ ഏതെല്ലാമാണെന്ന് വിശദീകരിക്കുകയാണ്. അതിൽ ആദ്യത്തേത് 2 ഷഹാദത്തുകളാണെന്ന് പറഞ്ഞു. അതിൽ ആ 2 ഷഹാദത്തുകളിൽ ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ അർക്കാനുകളും അതിന്റെ ശുറൂത്തുകളും നമ്മൾ പഠിച്ചോ? ഏതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശുറൂത്ത്? ആർക്കറിയാം? നോക്കി പറയണല്ലോ. പിന്നെ പഠിക്കണം. എല്ലാവരും കാണാതെ അറിയോ? ഇൽമു, യഖീന്, ഇഖ്ലാസ്, സിദ്ഖ്, അൽമഹബ്ബ, വൽഇഖ്തിയാർ, വൽഖബൂൽ, ഈ 7 നിബന്ധനകൾ. 8ാമത് പറയുകയാണെങ്കിൽ അൽ കുഫ്റു ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം കുഫ്ർ കാണിക്കുക. എല്ലാവരും കാണാതെ പഠിക്കണം. അടുത്ത ദിവസത്തിലേക്ക് ചോദിക്കും. ഇനി അതിനുശേഷം പറയുന്നത് ഷെയ്ഖ് പറയുകയാണ്, മഅ ബയാനി ഷഹാദതി അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ومقتضاها وتصديقه فيما أخبر وطاعته فيما أمر واجتناب ما نهى عنه وزجر وألا يعبد الله إلا بما شرعه الله ورسوله صلى الله عليه وسلم. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, മഅ ബയാനി ഷഹാദതി അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അടുത്തത് മുഹമ്മദ് റസൂലുള്ളാഹിയിലുള്ള ഷഹാദത്ത് വിശദീകരിക്കുക എന്നതാണ്. വമുഖ്തദാഹ, മുഹമ്മദ് റസൂലുള്ളാഹിൽ ഒരാൾ ഷഹാദത്ത് ചെയ്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് നിർബന്ധമാക്കുന്നത് തസ്ദീഖുഹു ഫീമാ അഖ്ബറ, എന്തെല്ലാം കാര്യങ്ങളാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത് അതിനെല്ലാം സത്യപ്പെടുത്തണം. വതഅതുഹു ഫീമാ അമറ, എന്തെല്ലാം കാര്യങ്ങളാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത് അതെല്ലാം അനുസരിക്കണം. വജ്തനാബു മാ നഹാ അൻഹു വസജറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങൾ എല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയും അതിനെ ഒഴിവാക്കുകയും വേണം. وألا يعبد الله إلا بما شرعه الله ورسوله صلى الله عليه وسلم, അല്ലാഹുവും റസൂലും ശറഅക്കി തന്ന, പഠിപ്പിച്ചു തന്ന രീതിയിലല്ലാതെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനും പാടില്ല. ഈ കാര്യങ്ങളാണ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1, 2, 3, 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ് ഒരാൾ മുഹമ്മദ് റസൂലുള്ളാഹിയിലുള്ള ഷഹാദത്ത് പൂർത്തീകരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. സഹോദരങ്ങളെ, ഇസ്ലാമിലേക്ക് ഒരാൾ പ്രവേശിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മാത്രം മതിയാവില്ല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അതിന്റെ ഷർത്തുകൾ പാലിച്ചു, അതിന്റെ അർക്കാനുകൾ പാലിച്ചു, അതെല്ലാം യഥാർത്ഥ രീതിയിൽ പറഞ്ഞു, ഇഖ്ലാസോടുകൂടി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചിട്ടില്ല എന്ന് വെക്കുക, അയാൾ എന്തല്ല? മുസ്ലിം അല്ല. അയാൾക്ക് സ്വർഗപ്രവേശനം ലഭിക്കുകയില്ല. കാരണം അയാൾ മുസ്ലിമായിട്ട് പരിഗണിക്കുകയില്ല. അതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹിയിലുള്ള ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് തന്നെ ഒപ്പം നിൽക്കുന്ന ഷഹാദയാണ്. ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരാൾ മുസ്ലിം ആവുകയും ഇസ്ലാമിന്റെ വൃത്തത്തിലേക്ക്
പ്രവേശിക്കുകയും ചെയ്യുന്നത്. ഇനി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഷഹാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഷഹാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് റിസാലത്ത് ലഭിക്കുന്ന, അല്ലാഹുവിൽ നിന്ന് സന്ദേശം ലഭിക്കുന്ന റസൂലാണ് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് വിശ്വസിക്കലാണ്. അതാണ് അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ലാതെ നബിയെ നാം അയച്ചിട്ടില്ല, ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. അപ്പൊ റസൂലുകളെ നിയോഗിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? എന്തിനാ റസൂലുകളെ അയച്ചിട്ടുള്ളത്? ആ റസൂലിനെ അനുസരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്, ആ റസൂലിനെ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരാൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങളിൽ അത് പ്രവർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യങ്ങൾ അവയെ ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ച കാര്യങ്ങൾ, മുൻകഴിഞ്ഞ സമുദായങ്ങളിലെയും വരാൻ പോകുന്നതുമായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ സത്യമാണെന്ന് സത്യപ്പെടുത്തുകയും വേണം. അതുപോലെ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഉണ്ടാവേണ്ട കാര്യം ഈ 3 കാര്യങ്ങൾ. അതാണ് ഷേഖ് പറഞ്ഞത്. ഈ 3 കാര്യങ്ങൾ തസ്ദീഖുഹു ഫീമാ അഖ്ബറ, അറിയിച്ച കാര്യങ്ങൾ സത്യപ്പെടുത്തുക, വതാഅതുഹു ഫീമാ അമറ, കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക, വജ്തനാബു മാ നഹാ അൻഹു വസജറ, വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക. അടുത്ത നമ്മൾ പറയും ഈ 3 കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഇനി സഹോദരങ്ങളെ, ഒരാൾ മുഹമ്മദ് റസൂലുള്ളാഹി ഞാൻ ഷഹാദത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് ചെയ്യുമ്പോൾ കേവലം നാവ് കൊണ്ടുള്ള പറച്ചിലല്ല, അതിന്റെ അർക്കാനുകളും ഷർത്തുകളും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഷഹാദത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അവൻ പിൻപറ്റണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ കാണിച്ചു തന്ന മാതൃകകളെ മുറുകെ പിടിക്കണം. അപ്പോഴാണ് അത് എത്രത്തോളം അവൻ കൃത്യമായി ചെയ്യുന്നുവോ അത്രത്തോളം മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് തഹ്ഖീഖ് ചെയ്യുന്ന അവസ്ഥയിൽ അവനെത്തും. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അർത്ഥം ലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ റസൂലില്ലാഹ് എന്നാണ്. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലാ റസൂലില്ലാഹ് എന്നുള്ളതാണ്. അഥവാ പിൻപറ്റപ്പെടാൻ, യഥാർത്ഥ രൂപത്തിൽ പിൻപറ്റപ്പെടേണ്ടതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാതെ മറ്റൊരാളും അവകാശിയില്ല എന്നുള്ളത്. ഈ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യത എന്താണ് ഈ ഉമ്മത്തിനോട്? ഈ ഉമ്മത്തിന്റെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള ഉത്തരവാദിത്തം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിലെ 54-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമാ അലർ റസൂലി ഇല്ലൽ ബലാഗ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ പണി എന്താണ്? എല്ലാവരെയും പിടിച്ച് മുസ്ലിമാക്കി നിർബന്ധമാക്കലാണോ? അല്ല. ഒരാൾ പിടിച്ചിട്ട് എന്തായാലും മുസ്ലിം ആവണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കലാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള റിസാലത്ത് അത് ആളുകൾക്ക് ബലാഗ് നടത്തുക, അത് ആളുകൾക്ക് എത്തിക്കുക, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക, ഇതാണ് റസൂലിന്റെ മേലെയുള്ള ഉത്തരവാദിത്തം. ഇമാം സുഹരി റഹ്മത്തുള്ളാഹിയുടെ വളരെ പ്രശസ്തമായ ഒരു ഖൗലാണ്, മിനല്ലാഹി റിസാല വഅല റസൂലി അൽ ബലാഗ് വഅലൈനാ അത്തസ്ലീം. മിനല്ലാഹി അർ-റിസാല, സന്ദേശം, റിസാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. അല്ലാഹുവാണ് ആർക്ക് വഹി എത്തിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി എത്തിച്ചു കൊടുക്കുന്നത്. എന്താണ് റസൂലിന്റെ മേലെയുള്ള ബാധ്യത? എന്താണ് ഉത്തരവാദിത്തം? എന്താണ്? വഅല റസൂലി അൽ ബലാഗ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെയുള്ള ഉത്തരവാദിത്തം അത് എത്തിച്ചു കൊടുക്കലാണ്, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലാണ്. അല്ലാഹു അറിയിക്കുന്ന റിസാലത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലാണ്. വഅലൈനാ അത്തസ്ലീം, നമ്മുടെ മേലുള്ള ബാധ്യത എന്താണ്? നമ്മുടെ മേലുള്ള ബാധ്യത എന്താണ്? അതിൽ കീഴൊതുങ്ങലാണ്, അതിൽ കീഴൊതുങ്ങലാണ്. സഹോദരങ്ങളെ, നമ്മുടെ ദീനിനെ സംരക്ഷിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ദീനിൽ ഉന്നതമായ പദവികളിൽ എത്തിച്ചേരണമെന്ന് നാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതിൽ കൂടുതൽ അള്ളാഹുവിലേക്ക് മുന്നേറണമെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഒരേ ഒരു മാർഗം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമുക്കും അള്ളാഹുവിനും ഇടയിൽ ബന്ധിപ്പിക്കുന്ന കാര്യം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണം പ്രത്യേകം എടുത്തു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചു. എത്രയോ ആയത്തുകൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങളും വിരോധിച്ച കാര്യങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയും വിരോധനവുമാണ് എന്ന് അറിയിക്കുന്ന ഒരു ആയത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ. ആ സംഭവം നമുക്കറിയാം. ഹദീസ് വളരെ പ്രശസ്തമായ മൻഹജിനെ അറിയിക്കുന്ന ഒരു ഹദീസാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പച്ച കുത്തുന്നതും അതുപോലെ തന്നെ പിരികം പറിക്കുന്നതും അങ്ങനെയുള്ള ചില ആളുകൾ, ചില സ്ത്രീകൾ അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഒരു സ്ത്രീ വന്ന് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറയുന്നത് എന്താ കുഴപ്പം? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? അത് ഖുർആനിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ വന്ന സ്ത്രീ ഖുർആനിൽ അറിവുള്ള ഒരു സ്ത്രീയാണ്, ഖുർആൻ പഠിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഖുർആനിന്റെ മുസ്ഹഫിന്റെ 2 ചട്ടകൾക്കകത്ത് അഥവാ ഖുർആനിന്റെ മുഴുവനും ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ താങ്കൾ ഈ പറഞ്ഞ ഈ സംഭവം പച്ചകുത്തുന്നവരെയും അതുപോലെയുള്ള ആളുകളെയും ശപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ആയത്തെ ഞാൻ ഖുർആനിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, നീ അത് ശരിക്കും പഠിച്ചിരുന്നെങ്കിൽ, നീ ശരിക്കും ഖുർആൻ പാരായണം ചെയ്തിരുന്നെങ്കിൽ നീ അത് കാണുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നീ പാരായണം ചെയ്തിട്ടില്ലേ? സൂറത്തുൽ ഹശ്റിലെ 7ാമത്തെ ആയത്ത് പാരായണം ചെയ്തു. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്, അത് നിങ്ങൾ എടുത്തുകൊള്ളുക. എന്താണോ അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചിട്ടുള്ളത് അത് ഒഴിവാക്കുകയും ചെയ്യുക. എല്ലാ വിജയത്തിലേക്കുള്ള മറുപടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെതിരായി ദീനിനെ കൊണ്ടുനടക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ എതിർക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസുകളെ കളവാക്കുന്ന എല്ലാ കൂട്ടരോടുമുള്ള വാക്കാണ് ഈ ആയത്ത് എന്നുള്ളത്. ചില ആളുകൾ ചോദിക്കുന്ന കാണാം. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഉദാഹരണത്തിന് നബിദിനം ആഘോഷിക്കുന്നവർ, അല്ലെങ്കിൽ റജബിലോ അല്ലെങ്കിൽ ശഅബാനിലോ അതുപോലെ നോമ്പുകൾ നോൽക്കുന്നവർ, വിധേയായ നോമ്പുകൾ നോൽക്കുന്നവർ, അങ്ങനെ ആളുകൾ ഇതൊക്കെ വിരോധിച്ചായിട്ട് ഖുർആനിലുണ്ടോ തെളിവ്? ഇതൊക്കെ നബിദിനം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ ഖുർആനിൽ തെളിവുണ്ടോ? യഥാർത്ഥത്തിൽ അത് ചെയ്യാനാണ് തെളിവ് വേണ്ടത്. നീ അത് അങ്ങനെ ചോദിച്ചാൽ തന്നെ നമുക്കുള്ള മറുപടി എന്താണ്? ഈ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. റസൂൽ കൊണ്ടുവന്നതോ അത് എടുക്കുക, റസൂൽ വിരോധിച്ചെന്തോ വിട്ടുപോയതെന്തോ അത് ഒഴിവാക്കുകയും ചെയ്യുക. അതാണ് ദീൻ എന്ന് പറയാൻ പറ്റുന്ന, ദീനിന്റെ അടിസ്ഥാനം പഠിപ്പിക്കുന്ന ഒരു ആയത്താണ് സൂറത്തുൽ ഹശ്റിലെ 7ാമത്തെ ഈ ആയത്തിന്റെ ആ ഭാഗം. അതുകൊണ്ട് ആ ആയത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ മനഃപ്പാഠമാക്കേണ്ട ഒരു ആയത്താണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണത്തിന്റെ ഗൗരവം അറിയിക്കുന്ന മറ്റു ചില ആയത്തുകൾ. സൂറത്തുൽ നിസായിലെ 65ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت وتسلموا تسليما. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലാ വറബ്ബിക, നിന്റെ റബ്ബ് തന്നെയാണേ സത്യം, നിന്റെ റബ്ബ് തന്നെയാണേ സത്യം. ലാ യുഅ്മിനൂൻ, അവർ ഈമാൻ പൂർത്തീകരിച്ചവർ, യഥാർത്ഥ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമ ശജറ ബൈനഹും, അവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഹുക്മ തേടി പോകാതെ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന അംഗീകരിക്കാതെ, അത് സ്വീകരിക്കാതെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നത് വരെ ഒരാളും യഥാർത്ഥ മുഅ്മിനാവുകയില്ല. സൂറത്തുൽ നിസാ 65ാമത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു ഹുക്മ ചോദിക്കുകയും ആ ഹുക്മ ചോദിക്കുന്നവരെ ഒരാളും യഥാർത്ഥ മുഅ്മിനാവുകയില്ല. ثم لا يجدوا في أنفسهم حرجا مما قضيت. അത് ചോദിച്ചാൽ മാത്രം മതിയോ? ഒരു വിഷയം വന്നു, ആ വിഷയത്തിൽ 2 വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്ന് ചോദിച്ചു, അത് മാത്രം മതിയോ? പോരാ, അതുപോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച, പറഞ്ഞ കാര്യം, വിധിച്ച കാര്യം എന്താണോ, ثم لا يجدوا في أنفسهم حرجا مما قضيت. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിച്ച ആ കാര്യത്തിനോട് സ്വന്തത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമ, പൂർണ്ണമായി കീഴൊതുങ്ങിയിരിക്കണം, പൂർണ്ണമായി കീഴൊതുങ്ങിയിരിക്കണം. സഹോദരങ്ങൾ, നമ്മളിൽ പലർക്കും
നമ്മുടെ മക്കൾക്കും അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണം എത്രത്തോളം വേണമെന്നുള്ളത്. നമ്മുടെ നാടുകളിൽ പൊതുവെ സുന്നത്ത് എന്നുള്ളതിന് ഫിഖഹിയായ മസ്അലയിൽ കൊടുക്കുന്ന അർത്ഥം ചെയ്താൽ കൂലിന്റെ ചെയ്തില്ലെങ്കിൽ പിന്നെ കുറ്റമൊന്നുമില്ല, ഈ ഒരു അർത്ഥത്തിലാണ് പഠിപ്പിച്ചു പോന്നിട്ടുള്ളത്. അത് ഫിഖഹിന്റെ മസ്അലകൾ മാത്രം ചർച്ച ചെയ്യുന്നിടത്ത് വന്നൊരു അബദ്ധമാണ്. എന്നാൽ അഖീദ പഠിപ്പിക്കുന്നിടത്ത്, ദീനിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണം എത്രത്തോളമാണെന്ന് ഗൗരവത്തിൽ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പണ്ഡിതന്മാർ. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഇഷ്ടം വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തീരുമാനം വന്നു, അതാണ് എന്റെ തീരുമാനം എന്ന് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിൽ നമ്മൾ മാറണം. നമ്മുടെ വരും തലമുറയെ മാറ്റുകയും വേണം. നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിൽ പഠിപ്പിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയോ? അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോ നമ്മൾ ഒരു വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക, ഒരു കുട്ടി ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാം, നമ്മൾ പറയാം വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കും, അത് നമുക്ക് പറഞ്ഞാൽ അവൻ വലത് കൈകൊണ്ട് കഴിക്കും. അല്ലെങ്കിൽ ചെരുപ്പിടാണ്, വലത് കാലുകൊണ്ട് ചെരുപ്പിടും, അവനത് അതിന് ടോയ്ലറ്റിൽ പോകുമ്പോ വലത്തെ കാലം വെക്കുന്നത് രണ്ട് കാലം വെക്കുക, നമ്മൾ അവൻ ചെയ്യും. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട എങ്ങനെ അറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന്, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന്, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെയാണ് വിഷയത്തിൽ ചെയ്തിട്ടുള്ളത്. ചെറുപ്പം മുതൽ കുട്ടികളെ അങ്ങനെ പറയണം. അപ്പൊ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം അത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനേക്കാളും താല്പര്യത്തിനേക്കാൾ വലുതാണെന്നുള്ള ബോധം ആ മക്കളിൽ ഉണ്ടാകും. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിനേക്കാൾ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നമ്മുടെ സ്വന്തം തടിയോടുള്ള ഇഷ്ടത്തേക്കാൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന റസൂലാണ്. നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുള്ള, നമുക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കം ഒഴിവാക്കി രാത്രി നിസ്കാരത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ള, നമുക്ക് വേണ്ടി നാളെ പരലോകത്ത് എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുമ്പോൾ ഉമ്മത്തി ഉമ്മത്തി എന്ന് പറയുന്ന റസൂലാണ്. ആ റസൂൽ പഠിപ്പിച്ചൊരു കാര്യം നമുക്ക് എത്ര അതിനെതിരായിട്ടുള്ള ഒരു കാര്യം എത്ര നല്ലതാണെന്ന് തോന്നിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് എനിക്ക് നല്ലത് എന്നുള്ള ബോധം വരണം. ഇത് തെളിയിച്ചവരായിരുന്നു സഹാബികൾ. നമുക്കറിയാം ബദറിന് പോകുന്ന സന്ദർഭത്തിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യണോ വേണമെന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, നബിയെ താങ്കൾ ഈ കടലിലേക്ക് മുന്നിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒരു കുഴപ്പവുമില്ലാതെ നബിയെ നിങ്ങളെ പിന്നിൽ ഞങ്ങൾ വരുന്ന പറയുന്നത്. ഇതാണ് ഇത്തിബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അതാണ് നമുക്ക് ഖൈറായിട്ടുള്ളത്, നമ്മുടെ ബുദ്ധിക്ക് ഒന്നല്ല, അതാണ് ഖൈറായിട്ടുള്ളത്. അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റണം. എന്നിട്ട് അതിൽ കീഴൊതുക്കണം. മനസ്സിൽ ഒരു അകൽച്ചയോ അതിനോ വേറൊരു അഭിപ്രായമോ നമ്മുടെ ഉള്ളിൽ ഇല്ലാതെ വേണം അത് അംഗീകരിക്കാൻ. അതുപോലെ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ കാന ലിമുഅ്മിനിൻ, സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്താണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ പാടില്ലാത്ത കാര്യമാണ് ഇദാ ഖവല്ലാഹു വ റസൂലുഹു അംറൻ, അല്ലാഹുവും റസൂലും എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അയ്യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം, തന്റേതായ ഒരു തെരഞ്ഞെടുപ്പ്, തന്റേതായ ഒരു അഭിപ്രായം പിന്നെ ഉണ്ടാവാൻ പാടില്ല, തന്റേതായ ഒരു അഭിപ്രായം പിന്നെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രശസ്തമായ ഒരു അത്തറുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കെന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യത്തിനോട് പോലും ഞാൻ എതിരായിട്ടില്ല, ആ കാര്യങ്ങളെല്ലാം ഞാൻ പിൻപറ്റിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വിഷയത്തിലെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ എതിരായി കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരായി കഴിഞ്ഞാൽ ഞാൻ ഫിത്നയിൽ അകപ്പെടുമോ, ഞാൻ നശിച്ചു പോകുമോ എന്നുള്ള ഭയം കാരണത്താലാണ് ഞാൻ ആ പിൻപറ്റിയതെന്ന് കാണാം. അതുപോലെ തന്നെ ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ 10,000-കണക്കിന് ഹദീസുകളുണ്ട്. ആ ഹദീസുകൾ ക്രോഡീകരിച്ച് അദ്ദേഹം പറയുന്നത്, ഇതിലൊരു ഒറ്റ ഹദീസ് പോലുമില്ല ഒരു തവണയെങ്കിലും ഞാൻ അമലാക്കാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിൽ ഞാൻ ഒരു തവണയെങ്കിലും അമലാക്കാത്ത ഒറ്റ ഹദീസും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാബ് ചെയ്ത വ്യക്തിക്ക് ഒരു ദീനാർ കൊടുത്തിട്ടുണ്ട്, ഞാനും അതുപോലെ കൊടുത്തിട്ടുണ്ട് എന്ന് ഇമാം അഹ്മദ് പറയുന്നത് കാണാം. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ എതിരായി കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തെറ്റിക്കഴിഞ്ഞാൽ പിഴച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടവരായിരുന്നു മുൻഗാമികൾ. ഒരു മുഅ്മിനിനോ ഒരു മുഅ്മിനത്തിനോ അല്ലാഹുവും റസൂലും കൽപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യം ഇങ്ങനെയാണ്, ഒരു കാര്യം ഇങ്ങനെയാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്, പിന്നെ എന്തില്ല നമുക്ക്, പിന്നെ വേറെ അഭിപ്രായം നമുക്കില്ല. അങ്ങനെ ആകണം ഒരു മുഅ്മിന് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അനുസരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ. ഇനി സൂറത്ത് നിസായിലെ 80-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, ആരാണോ
റസൂലിനെ അനുസരിക്കുന്നത് അവൻ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്. ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ അനുസരിക്കുന്നത് അവൻ യഥാർത്ഥ രൂപത്തിൽ അനുസരിക്കുന്ന ആരെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇത് നേരത്തെ പറഞ്ഞ അതേ ആശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇനി സഹോദരങ്ങളെ, ആയത്തുൽ മിഹൻ എന്നറിയപ്പെടുന്ന ഖുർആനിലെ ആയത്ത്, പരീക്ഷണത്തിന്റെ ആയത്ത് എന്നറിയപ്പെടുന്ന ആയത്താണ്. ആളുകൾ വാദിച്ചു, ആളുകൾ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്, ഞങ്ങൾക്ക് അള്ളാഹുവിനോട് അതിയായ ഇഷ്ടമാണ് എന്ന് ആളുകൾ പറഞ്ഞു. അപ്പൊ അവർക്ക് പരീക്ഷണമായിക്കൊണ്ട് ഇറങ്ങിയ ആയത്താണ് സൂറത്തു ആലി ഇമ്രാനിലെ 31-ാമത്തെ ആയത്ത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ. സുബ്ഹാനല്ലാഹ്, ആലോചിക്കണം, അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞ തൗഹീദിന്റെ അടിസ്ഥാനമാണ്. ഒരാൾക്ക് എത്രത്തോളമാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനോടുള്ള ഇഷ്ടം, അതെല്ലാം അവന്റെ തൗഹീദ് എത്ര ശക്തമാണെന്ന് അറിയിക്കുന്ന കാര്യമാണ്, അവന്റെ ഈമാനിന്റെ അടിസ്ഥാനമാണ്. അങ്ങനെ ഒരു വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ ഫത്തബിഊനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ നിങ്ങൾ എന്നെ പിൻപറ്റണം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് പിൻപറ്റണം. അപ്പോഴാണ് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നതിനുള്ള തെളിവോടെ ഉണ്ടാകുന്നത്. അപ്പൊ അള്ളാഹുവിനുള്ള സ്നേഹം കേവലം നാവ് കൊണ്ട് പറയലല്ല. പറഞ്ഞതുപോലെ ചില ആളുകളുണ്ട്, പ്രത്യേകിച്ച് സൂഫി ത്വരീഖത്തിന്റെ ആളുകൾ, അവർ അള്ളാഹുവിനോടുള്ള ഇഷ്ടം ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കും, ധാരാളമായി ആ വാക്കുകൾ പറയും. അള്ളാഹിനെ സ്നേഹിക്കണം, അള്ളാഹിനോട് ഇഷ്ടമാണ്, അങ്ങനെയാണ്, ഹുബ്ബാണ്, ഹബീബാണ്, അത് ഇഷ്ക് എന്ന് അവർ പറയും. പഠിച്ച വാദമാണ്. അങ്ങനെ അള്ളാഹിനെ പറ്റിയാണ് പറയാൻ പാടില്ല. ഇഷ്ക് എന്നത് ശഹവത്തോടു കൂടിയുള്ള ഹുബ്ബാണ്, ഒരിക്കലും പറയാൻ പാടില്ല. അള്ളാഹുലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് പറയാൻ പാടില്ല. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. പക്ഷേ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെതിരായിട്ടുള്ള ഇത്തിബാഇല്ലാത്ത ബിദ്അത്തുകളിൽ മുഴുകിയ ആളുകളായിരുന്നു. ഒരിക്കലും അവരുടെ വാക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന് തെളിവല്ല, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള തെളിവല്ല. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിങ്ങളുടെ ഇബാദത്തിൽ കാണണം, നിങ്ങളുടെ സ്വഭാവത്തിൽ കാണണം, നിങ്ങളുടെ പെരുമാറ്റത്തിൽ കാണണം, നിങ്ങളുടെ വേഷത്തിൽ കാണണം, നിങ്ങളുടെ വിശ്വാസത്തിൽ കാണണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി ജീവിക്കുന്നവരാണെന്ന് അറിയിക്കുമ്പോൾ, നമ്മുടെ ജീവിതം കൊണ്ട് തെളിയുമ്പോഴാണ് അത് വ്യക്തമാകുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളതാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും അടിസ്ഥാന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ അതനുസരിക്കണം, വിരോധിച്ച കാര്യങ്ങൾ തീർച്ചയായും ഒഴിവാക്കണം, നമുക്ക് എത്ര ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങളെ സത്യപ്പെടുത്തുകയും വേണം. നാലാമത്തെ കാര്യം എന്താ പറഞ്ഞത്? നാലാമത്തെ കാര്യം പറഞ്ഞു, വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅഹു അല്ലാഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവും റസൂലും കൽപ്പിച്ചതുപോലെ, പഠിപ്പിച്ചതുപോലെ, ശറഅാക്കിയതുപോലെ അല്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യപ്പെടാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം നമ്മൾ പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്ന അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത രീതിയിൽ ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട് എങ്കിൽ അവന്റെ മുഹമ്മദ് റസൂലുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ, അതിന്റെ മുക്തത എന്താണോ, അതിനെതിരായിട്ടുള്ള കാര്യമാണ് ബിദ്അത്തുകൾ. ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അത് ദീനാണെന്ന് പറഞ്ഞ്, അത് ദീനിന്റെ ഭാഗമാണെന്ന നിലയ്ക്ക് അള്ളാഹുവിന് പ്രതിഫലം പ്രതീക്ഷിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് ബിദ്അത്തുകൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്യാമായിരുന്നിട്ടും ചെയ്യേണ്ട ആവശ്യമുണ്ടായിട്ടും തടയുന്ന ഒരു കാരണമില്ലാഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയ കാര്യങ്ങൾ ചെയ്താൽ അത് ബിദ്അത്താണ്. അതായത് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നബിദിനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്യാം? നബിദിനം ആഘോഷിക്കാം. അത് ആഘോഷിച്ചും കൊണ്ട് എന്താണ്, ഒരു കുഴപ്പമില്ല, സഹാബികളുടെ സ്നേഹം അറിയിക്കാൻ വേണ്ടി ചെയ്യാം. അതിനെ തടയുന്ന എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടുണ്ടോ? ഒരു കാരണം ഉണ്ടായിട്ടില്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ റജബ് 27 നോക്കുന്ന ഇസ്രാ മിഅ്റാജിന്റെ നോമ്പ്, ആളുകൾ പറയുന്ന ആ നോമ്പ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യായിരുന്നു? ആ നോമ്പ് എടുക്കാമായിരുന്നു. അതൊരു ആവശ്യമായിരുന്നു, നല്ല നോമ്പാണ്, സുന്നത്തായ നോമ്പാണ്. എന്നാൽ അത് തടയുന്ന എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടുണ്ടോ? ഒരു കാരണവുമില്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല എങ്കിൽ അത് ബിദ്അത്താണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ബിദ്അത്താണ്. അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കുക തന്നെ വേണം. അതിന്റെ ഗൗരവം വളരെ വലുതാണ്. കാരണം അവന്റെ ഈ തൗഹീദിനെ കുറിച്ച് അറിയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ തകർക്കുന്നത് ശിർക്കാണെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹിയെ തകർക്കുന്നത് ബിദ്അത്താണ്. ഈ രണ്ട് കാര്യങ്ങൾ സഹോദരങ്ങളെ, ശിർക്കും ബിദ്അത്തും, ഇത് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. കാരണം ഷഹാദത്തുകൾ നശിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്.
ചില ആളുകൾ കാണാൻ സാധിക്കും സലഫികൾ എപ്പോ നോക്കിയാലും ശിർക്കും ബിദഅത്തും മാത്രമേ അവർക്ക് പറയാനുള്ളൂ, എപ്പോ പറയുമ്പോഴും ശിർക്കും ബിദഅത്തും മാത്രമേ അവർ പറയുന്നുള്ളൂ. എന്നല്ലാതെ പിന്നെ എന്താ പറയേണ്ടത്? ശിർക്കും ബിദഅത്തിന്റെ ഗൗരവം ഈ ആളുകൾ ഇത്രത്തോളം പ്രബലരായിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് താക്കീത് ചെയ്തില്ലെങ്കിൽ, തൗഹീദും സുന്നത്തും പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ഹദീസുകൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള, അതുപോലെ മുസ്ലിമിൽ മാത്രം വന്നിട്ടുള്ള ലഫ്ളുകളിൽ, മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. ആരാണോ നമ്മുടെ ഈ മതകാര്യത്തിൽ, ദീനിന്റെ വിഷയത്തിൽ, ദുനിയാവിന്റെ വിഷയത്തിലല്ല, ചില അറിവില്ലാത്ത ആളുകൾ അവർ തർക്കിക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടോ ചോദിക്കുന്നുണ്ടല്ലോ, സഹാബാക്കൾ ചെയ്തെന്ന് ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ സഹാബാക്കൾ മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ടോ, റസൂലുള്ളാഹി വണ്ടി ഓടിച്ചിട്ടുണ്ടോ, ഈ നിലക്കൊക്കെ ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ദീനിന്റെ വിഷയത്തിലാണ് ചർച്ച. ദുനിയാവിന്റെ വിഷയം വിശാലമാണ്. അതിൽ ഹറാമായത് ഒഴികെയുള്ള എല്ലാം അനുവദനീയമാണ്. ദീനിൽ ഹറാമാണെന്ന് പറഞ്ഞത് ഒഴികെ ദുനിയാവിന്റെ വിഷയങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഹലാലാണ്. ദീൻ അങ്ങനെയല്ല. ദീന് അള്ളാഹു റസൂലും കൽപ്പിച്ചത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ദീനിൽ നമ്മുടെ കൽപ്പനയില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഫഹുവ റദ്ദുൻ. മറ്റൊരു റിവായത്തിൽ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കർമ്മം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ്. സഹോദരങ്ങളെ, ബിദ്അത്തിന്റെ ആളുകൾ അവർ ചെയ്യുന്ന നോമ്പാവട്ടെ, നിസ്കാരമാവട്ടെ, മറ്റെന്തെങ്കിലും കാര്യങ്ങളാവട്ടെ, അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ദീനായി ചെയ്യുന്നുണ്ടെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ്. അത് ഒഴിവാക്കുന്നതിൽ ഒരു ഖേദമാണ്. ചില ആളുകൾക്ക് തൗഹീദ് സുന്നത്തൊക്കെ പഠിച്ചു വളർന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാവും. അവർ കണ്ടില്ല ഇന്ന നോമ്പെടുക്കുന്നത്, അവർ കണ്ടില്ല ഇന്ന നിസ്കാരം നിസ്കരിക്കുന്നത്, ഇതൊക്കെ അല്ലേ ചെയ്യുന്നത്? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ചെയ്യേണ്ടത്. ഇനി സഹോദരങ്ങളെ, ബിദ്അത്തുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഖുതുബയിലും ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തുണ്ടായിട്ടില്ല? ബിദ്അത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഉണ്ടാകാൻ പറ്റൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം ആരും ദീനായിക്കൊണ്ടെന്നാൽ എല്ലാവരും എങ്ങനെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മടങ്ങും, അത് ദീനാവൂല. പക്ഷെ അന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുതുബകളിലും പറയാറുണ്ടായിരുന്ന കാര്യമായിരുന്നു, ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ്. വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായത് അല്ലാഹുവിന്റെ കിതാബായ ഖുർആനാണ്. വഖൈറൽ ഹുദാ ഹുദാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാർഗദർശനത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ. കാര്യങ്ങളിൽ ഏറ്റവും ഷർറായത് പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വകുല്ല ബിദ്അത്തിൻ ദലാല. അങ്ങനെ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അത് ബിദ്അത്തുകളാണ്, അതെല്ലാം വഴികേടുകളാണ്. ചില റിവായത്തുകൾ അവയെല്ലാം നരകത്തിലേക്കാണ് നയിക്കുക എന്നും കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയം നമ്മൾ ഗൗരവമായി എടുക്കണം. നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തകർത്ത് കളയുന്ന ഈ ബിദ്അത്തുകളെ നമ്മൾ ഒഴിവാക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്ര പറയുന്നവന്റെ ഉപദേശം എന്ന നിലയ്ക്ക് പറഞ്ഞ, നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ച ഹദീസാണ് ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. അതിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് ഉപദേശിച്ചു, ഇന്നഹു മൻ യഇശ് മിൻകും ബഅദി. എനിക്ക് ശേഷം നിങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ഫസയറാ ഇഖ്തിലാഫൻ കസീറാ. ധാരാളം ഖിലാഫുകൾ കാണും. ദീനിന്റെ വിഷയത്തിൽ പല ആളുകൾ ഇതാണ് ദീനി, ഇതാണ് ദീനി, ഇതാണ് ദീനി, ഇത് ദീനിൽപ്പെട്ടതാണ് എന്നൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. എന്നിട്ട് പറഞ്ഞു, ഫഅലൈകും ബിസുന്നതി. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ മേലെ എന്റെ സുന്നത്തുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അത് മുറുകെ പിടിക്കണം. അത് മാത്രമോ, വസുന്നത്തിൽ ഖുലഫാഇൽ മഹ്ദിയ്യീൻ അർ-റാഷിദീൻ. ഖുലഫാഉർ റാഷിദീങ്ങളുടെ, സഹാബികളുടെ അവരുടെ പാതയുണ്ട്, അതും നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹാ. അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ആളുകൾ എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം കൊണ്ടുവന്നാലും അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. സുന്നത്തിലും സഹാബികൾ പഠിപ്പിച്ചു തന്ന മാർഗത്തിലും. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്. നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് അത് കടിച്ചു പിടിക്കണം. പല്ലിൽ ഒരു സാധനം മുറുകെ കടിച്ചു പിടിക്കാൻ പറ്റുന്ന പല്ല് അണപ്പല്ലാണ്. അതുകൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം, അതിനെ വിടാതെ പിടിച്ചു നിൽക്കണം. വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ. നിങ്ങൾ സൂക്ഷിക്കണം. ദീനിൽ കടത്തിക്കൂട്ടുന്ന പുതുതായ കർമ്മങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ. പുതുതായി ഉണ്ടാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ദലാല. എല്ലാ ബിദ്അത്തും വഴികേടുമാണ്. ഈ അർത്ഥത്തിൽ ധാരാളം ഹദീസുകൾ ഉലമാക്കൾ അസ്സുന്ന എന്നുള്ള പേരിൽ കിതാബുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതായത് സലഫുകൾ
ഇമാമികളുടെ കാലത്തുള്ള പണ്ഡിതന്മാർ അവർക്ക് ധാരാളം പേർക്ക് ഉള്ള കിതാബാണ് സുന്ന എന്നുള്ള പേര്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ വിശ്വാസവും കർമ്മവും ആദർശവും എന്തായിരുന്നു എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഓരോ പണ്ഡിതന്മാരും അവരുടെ നാടുകളിൽ പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ കിതാബുകളാണ് സുന്ന എന്ന പേരുള്ള കിതാബുകൾ. ധാരാളം പണ്ഡിതന്മാർക്ക് ഇതേ പേരിലുള്ള കിതാബുകൾ, സുന്ന എന്നുള്ള പേരിൽ തന്നെ ധാരാളം കിതാബുകളുണ്ട്. അതിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ബിദ്അത്തിനെതിരെയുള്ളത്. അതിൽപ്പെട്ട ഒരു റിവായത്താണിത്. വേറെയും ഹദീസുകൾ കാണാം. അപ്പൊ സഹോദരങ്ങളെ, രണ്ട് ഷഹാദത്തുകൾ എന്നുള്ളത് ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മൾ അതിന്റെ അർക്കാനുകളും ശുറൂത്തുകളും പറഞ്ഞു. രണ്ട് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. ആ മുഹമ്മദ് റസൂലുള്ളാഹി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തസ്ദീഖുഹു ഫീമാ അമറ. ഇതും നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. കുട്ടികൾ പ്രത്യേകം കാണാതെ പഠിക്കേണ്ടതാണ്. തസ്ദീഖുഹു ഫീമാ അമറ അർത്ഥമെങ്കിലും മനസ്സിലാക്കണം. ഫീമാ അഖ്ബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങളെ സത്യപ്പെടുത്തുക. വതാഅതുഹു ഫീമാ അമറ, കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക. അതുപോലെ തന്നെ വജ്തനാബു മാ നഹാ അൻഹു വസജറ, വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കുക, അതിന് അകന്നു നിൽക്കുക. വല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅഹു അല്ലാഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, അള്ളാഹു പഠിപ്പിച്ചതുപോലെ അല്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതിരിക്കുക. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഈ നാല് കാര്യങ്ങളാണ്. ഇത് രണ്ടും നമുക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, കിതാബ് എന്താണ്? പൊതുവായിട്ടുള്ള മുസ്ലിമീങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഉലമാക്കൾക്കുള്ള കിതാബല്ല, അല്ലെങ്കിൽ താലിബുൽ ഇൽമ് എന്നുള്ള ദറജയിൽ എത്തിയവർക്കുള്ള കിതാബല്ല, അതിനുവേണ്ടി എഴുതിയ കിതാബല്ല. അതായത് ആ തരത്തിൽ എഴുതുന്ന കിതാബുകൾ ഉണ്ടാവും. പക്ഷെ ഈ കിതാബുകൾ ഏതൊരു സാധാരണക്കാരനും രാവിലെ അങ്ങാടിയിൽ പോയി കച്ചവടം ചെയ്ത് തിരിച്ചു വരുന്ന, അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന, അങ്ങനെയുള്ള ഏതൊരു സാധാരണക്കാരനായ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ കിതാബിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി സഹോദരങ്ങളെ, ഈ രണ്ട് ഷഹാദത്തുകളാണ് ദീനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ ഏതൊരു കർമ്മവും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈ രണ്ട് കാരണങ്ങൾ ഉണ്ടാവണം. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. രണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി, ഇത്തിബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ആയിരിക്കണം. ഒരിക്കൽ ഖുദൈർ ഇബ്നു ഇയാദ് റഹിമഹുള്ളാഹിയോട് ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല എന്ന സൂറത്തുൽ മുൽക്കിലെ ആയത്തിന്റെ അർത്ഥം എന്താണ് അഹ്സനു അമല എന്ന് ചോദിച്ചു. അപ്പോൾ ഖുദൈർ ഇബ്നു ഇയാദ് റഹിമഹുള്ളാഹി പറഞ്ഞു, അഖ്ലസുഹു വഅസ്വബുഹു, ഏറ്റവും നിഷ്കളങ്കമായതും ഏറ്റവും ശരിയായതാണെന്ന് പറഞ്ഞു. അപ്പോ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, യാ അബൂ അലി വമാ അഖ്ലസുഹു വമാ അസ്വബുഹു, എന്താണ് ഇഖ്ലാസോടുകൂടിയുള്ളത്, എന്താണ് ശരിയായതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നൽ അമല, തീർച്ചയായിട്ടും ഒരു കർമ്മം, ഇദാ കാന ഖാലിസൻ വലം യകുൻ സവാബ, ചിലപ്പോൾ നിഷ്കളങ്കമായി ചെയ്യുന്നതായിരിക്കും, പക്ഷെ ശരിയായിക്കൊള്ളുന്നില്ല, ലം യുഖ്ബൽ, അത് സ്വീകരിക്കൂല. വഇദാ കാന സവാബൻ, ചിലപ്പോൾ ശരിയായിരിക്കും, വലം യകുൻ ഖാലിസൻ, നിഷ്കളങ്കമാവില്ല, ലം യുഖ്ബൽ, അതും സ്വീകരിക്കാൻ പോണില്ല. എന്നിട്ട് പറഞ്ഞു, ഹത്താ യകൂന ഖാലിസൻ സവാബ, നിഷ്കളങ്കമായിട്ടും ശരിയായിട്ടും ആകുന്നത് വരെ. എന്നിട്ട് പറഞ്ഞു, വൽ ഖാലിസ്, ഖാലിസ് എന്ന് പറഞ്ഞാൽ മാ കാന ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ആകുന്നത്. വസ്സവാബ് എന്ന് പറഞ്ഞാൽ മാ കാന അല സുന്ന, സുന്നത്ത് അനുസരിച്ചാകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആളുകൾ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുടെ ആധിക്യത്തിലല്ല, ഈ രണ്ട് അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സഹോദരങ്ങളെ, ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് ഷഹാദത്ത് ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ നാളെ പരലോകത്ത് ഏതൊരാളോട് ചോദിക്കപ്പെടും. ഏതൊരാളോട് ചോദിക്കും, മാതാ കുന്തും തഅബുദൂൻ, നിങ്ങൾ എന്തിനെയാണ് ഇബാദത്ത് ചെയ്തിരുന്നത്? അതിനുള്ള മറുപടി എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. മാതാ അജബ്തുമുൽ മുർസലീൻ, മുർസലീങ്ങൾക്ക് നിങ്ങൾ എന്താണ് ഉത്തരം ചെയ്തത്? അതിനുള്ള മറുപടിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് കാണാതെ പഠിച്ചാലല്ല, ജീവിതത്തിൽ പകർത്തി തെളിയിച്ചു കൊടുത്താൽ നാളെ പരലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഒന്നാമത്തേത് ഇഖ്ലാസാണ്, രണ്ടാമത്തേത് മുതാബഅത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാണ്. ഇതാണ് രണ്ട് ഷഹാദത്തുമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് അടുത്ത ദിവസം നമുക്ക് എടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ, നമുക്ക് ശാരീരികമായി കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി.